നമ്മളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത്? പെൻഗ്വിൻ ഐലൻഡ്. ഹായ് പറ മുന്നേ, ഹായ് പറ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് പെൻഗ്വിൻ ഐലൻഡിലോട്ടാണ്. ഇത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്ത് നഗരത്തിനടുത്തായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഐലൻഡാണ്. ഇത് പ്രധാനമായും ഇതിൻ്റെ ചെറിയ പെൻഗ്വിനുകൾക്കായി അറിയപ്പെടുന്നു, അതും ലോകത്തിലെ ഏറ്റവും ചെറിയ പെൻഗ്വിൻ വർഗ്ഗം. അപ്പോൾ നമ്മളവിടെ ഏകദേശം എത്താറായിരിക്കുകയാണ്. ഇതാണ് പെൻഗ്വിൻ ഐലൻഡിൻ്റെ റിസപ്ഷൻ ഏരിയ. നമ്മളൊരു ബോട്ടിൽ കൂടെയാണ് നമ്മൾ ഈ ഐലൻഡിലോട്ട് പോകുന്നത്. അവിടെ എത്താൻ വേണ്ടി ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രമായിട്ടുള്ള ഒരു ബോട്ട് സവാരി ഉണ്ട്. ഇവിടെ തീരദേശവും സമുദ്രവും അതിൻ്റെ ശാന്തത കൊണ്ട് സമാധാനം ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റാണ് നമുക്ക് നൽകുന്നത്. പെൻഗ്വിൻ ദ്വീപ് ഒരു ചെറിയ ദ്വീപാണ്, പക്ഷേ അതിൻ്റെ പ്രകൃതി സമ്പത്തും സമുദ്ര ജീവജാലങ്ങളും അതിസുന്ദരമാണ് എന്നാണ് കേട്ടറിവ്. അപ്പം നമുക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് ഒരു കുഞ്ഞ് ബോട്ട് സവാരി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം ആ സവാരിക്ക് വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ ഗൈഡ് വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്. ഒരു ലോങ് ക്യൂ കാണുന്നില്ലേ, നമ്മൾ ആ ക്യൂവിൻ്റെ പുറകിലാണ്. അപ്പോൾ ഗൈഡ് വന്നതിന് ശേഷം ഞങ്ങളെല്ലാം ബോട്ടിലോട്ട് കയറ്റിയിട്ട് ബോട്ട് പോകുന്നതായിരിക്കും. നിങ്ങളീ കാണുന്നത് ബോട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അങ്ങനെ അവസാനം നമ്മൾ ബോട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. വളരെ കുറഞ്ഞ സമയത്തേക്കുള്ള ബോട്ട് യാത്ര ആയിരുന്നെങ്കിൽ പോലും അതിമനോഹരമായ കാഴ്ചകളായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ആൾക്കാർ ഒരുപാട് സീ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് വാട്ടർ സ്പോർട്സ് അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അവർ എൻഗേജ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്നതാണ് നിങ്ങൾ കാണുന്ന ഈ ബോട്ട് യാത്രയൊക്കെ. ഈ യാത്രയിൽ നമുക്ക് കുറച്ച് ഡോൾഫിൻസിനെ കാണാനിടയായി. വീഡിയോയിൽ അതത്ര ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. ആ കാണുന്നതാണ് ഡോൾഫിൻസ്. അങ്ങനെ ഒരുപാട് ഡോൾഫിൻസും നമ്മൾ അവിടെയായി കണ്ടായിരുന്നു. ബാക്കിയുള്ള കാഴ്ചകൾ, കടലിൻ്റെ ശാന്തതയും മനോഹാരിതയും നിങ്ങളും കണ്ട് ആസ്വദിക്കൂ. Majority of them, they do look pretty lazy, but this lifestyle is super important for them. So our sea lions, they will go on a fishing trip for about 3 to 4 days at a time. That entire fishing trip is straight, so they will not sleep a wink, which is why this rest they're getting right now is super important for them. Their male lifestyle as well is quite important, so their goal is to get നിങ്ങൾ ഈ കണ്ടതാണ് കടലാനകൾ എന്ന് അറിയപ്പെടുന്ന ജീവികൾ. ഞാൻ ശരിക്കും ഇതിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ പെൻഗ്വിൻ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ചെറിയ പെൻഗ്വിനുകൾ. ഇവയെ ലിറ്റിൽ പെൻഗ്വിൻസ് എന്നും വിളിക്കാറുണ്ട്, കാരണം ഇവയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പെൻഗ്വിൻ വർഗ്ഗം. ഇവയുടെ ഉയരം ശരാശരി 30 സെൻറ്റിമീറ്ററോളം മാത്രമാണ്. പെൻഗ്വിനുകൾ കരയിൽ താമസിച്ച് സമുദ്രത്തിൽ മീനുകൾ കണ്ടെത്തി ആഹാരം കണ്ടെത്തുന്നു. ഇവയെ കാലങ്ങളായി ഇവിടെ സംരക്ഷിക്കുന്നുമുണ്ട്.
പെൻഗ്വിൻ ദ്വീപ് വെറും പെൻഗ്വിനുകളെ മാത്രം കാണാനല്ല, ഇവിടുത്തെ സമുദ്രജീവികൾക്കും അതുപോലെ മറ്റു പല ജീവജാലങ്ങൾക്കും ഒരു തണലായി നിലകൊള്ളുന്ന ഒരു ദ്വീപാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ കടൽ സിംഹങ്ങളും മറ്റു വലുതായ മത്സ്യങ്ങളും ഇവിടെയുണ്ട്. കൂടാതെ ഇവിടെ വിവിധ വംശത്തിലുൾപ്പെടുന്ന പക്ഷികളെയും കാണാൻ കഴിയുന്നതാണ്. ഈ കാണുന്നത് ഇവിടുത്തെ അതിമനോഹരമായ ഒരു ബീച്ച് സൈഡാണ്. വളരെയധികം കാമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് നമുക്ക് അവിടെ ഇറങ്ങുമ്പം കിട്ടുന്നത്. വേറെ കാഴ്ചകൾ കാണാനും ശരിക്കും ഈ യാത്ര എൻജോയ് ചെയ്യാനും സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷം. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിച്ചു. നമ്മൾ തിരിച്ചു പോവുകയാണ്. ആ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ നന്നായി വിശന്നത് കൊണ്ട് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയായിരുന്നു. അപ്പം അവിടെയും അതും ഒരു ബീച്ച് സൈഡ് ഏരിയ ആയതുകൊണ്ട് നല്ല വ്യൂ ആയിരുന്നു. അവിടെ നിന്നുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ അതിമനോഹരമായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അവിടെയും കുറച്ച് നടന്നു അവിടുത്തെ ബീച്ച് ലൈഫൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ